പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥയിൽ ഒടുവിൽ സർക്കാരിന്റെ നിർണായക ഇടപെടൽ. ആശുപത്രി നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളും ശോച്യാവസ്ഥയും വലിയ ചർച്ചാ വിഷയമായിരിക്കെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം പ്രശ്നപരിഹാരത്തിനായി 100 ദിന കർമ്മ പരിപാടിക്ക് രൂപം നൽകിയത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം അതിർത്തി പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ചികിത്സാ സംവിധാനങ്ങളുടെ വീഴ്ചകളും കഴിഞ്ഞ കുറച്ചുകാലമായി തുടർച്ചയായി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിലെ ഏക കാർഡിയോളജിസ്റ്റിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതോടെ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളെ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യം വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഓപ്പറേഷൻ തിയേറ്ററുകളിലെയും ICUവിലെയും AC തകരാറുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും ചികിത്സയെ പ്രതികൂലമായി ബാധിച്ചതായി പരാതികൾ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ജനപ്രതിനിധികളിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നും പ്രശ്നങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞത്. യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഞങ്ങളുടെ അന്ന് മുഖ്യമായിട്ട് ജോലി ആ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇതിന്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു സ്റ്റാറ്റസ് കാണാൻ, നല്ല കെട്ടിടങ്ങളും സൗകര്യങ്ങളും കാണാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വികസിപ്പിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. എന്നാൽ അടിസ്ഥാനപരമായി കുറെ കാര്യങ്ങൾ ചെയ്യാം. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിന് പുറമെ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെവലപ്മെന്റുകൾ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. ഏതാണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് 4ാമത്തെ മെഡിക്കൽ കോളേജാണ് സന്ദർശിക്കുന്നത്. ഇനിയും 3 മെഡിക്കൽ കോളേജുകൾ കൂടെ സന്ദർശിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഞാൻ അറിയേണ്ട കാര്യങ്ങൾ, ഇനി സംസ്ഥാന സർക്കാരിന്റെ 100 ദിവസത്തെ കർമ്മ പരിപാടി ഉൾപ്പെടുത്തി ചെയ്യേണ്ട വിഷയങ്ങളാണ്. ലോങ് റണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് രണ്ടിനെ കുറിച്ചാണ് വ്യക്തത ഉണ്ടാവുക. അപ്പം നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യണം. അടുത്ത തവണ ഇവിടെ വീണ്ടും വരുമ്പോൾ ആ പഴയ ഡിമാൻഡുകൾ വീണ്ടും പറയാനിടയാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100 ദിവസത്തെ കർമ്മ പരിപാടി ഉൾപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ലോങ് റണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട്, നഴ്സിംഗ് കുട്ടികളുടെ അവസ്ഥ എന്താണ്. കാരണം ഇതിനോട് ചേർന്നാണ് പലയിടത്തും നഴ്സിംഗ് കുട്ടികളും താമസിക്കുന്നത്. എല്ലായിടത്തും ഈ പുതിയതായി തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അതാണ്. നഴ്സിംഗ് കോളേജും തൊട്ടടുത്ത് അതിലെ കുട്ടികളും മെഡിക്കൽ കോളേജിലെ കുട്ടികളും ഇടകലർന്നാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ അവസ്ഥയാണ്. ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ മറ്റ് വിഷയങ്ങളിൽ സാമ്പത്തികം ഘടകമാണെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും നിയമനം, ചികിത്സാ സേവനങ്ങളുടെ വിപുലീകരണം എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ജനപ്രതിനിധികളും ആശുപത്രി അധികൃതരും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആവശ്യമായ ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും അടിയന്തരമായി PSC മുഖേന നിയമിക്കുമെന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ട്രോമ കെയർ യൂണിറ്റ് ഉടൻ സ്ഥാപിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അപ്പോ ഇവിടെ വന്ന് കാര്യങ്ങൾ പരിശോധിച്ചപ്പോ ഈ മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഒരു പ്രത്യേകത എവിടെയുള്ളത്, ഇപ്പൊ പുതിയതായി തുടങ്ങിയ മറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഏറ്റവും ഉള്ളത് ഈ മെഡിക്കൽ കോളേജിലാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ESI ഇത് സർക്കാരിനെ ഏൽപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ട് സെൻട്രലൈസ്ഡ് AC സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം അത് കാര്യമായി ചിലയിടത്ത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സെൻട്രലൈസ്ഡ് AC പേര് മാത്രമേ ഉള്ളൂ, പലയിടത്തും വർക്ക് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് വിദഗ്ധ അഭിപ്രായം പറയുന്ന ഇത് മാറ്റണം, ഇത് റീപ്ലേസ് ചെയ്യണം, ഈ സംവിധാനം റിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത് 2013 മറ്റേത് ആരംഭിക്കുമ്പോൾ 13 ആരംഭിക്കുമ്പോൾ അന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതിന്റെ ഗ്യാരണ്ടി പീരീഡിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. അപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ചെലവ് വരും, 5 കോടി മുതൽ 10 കോടി വരെ വരുന്നതാണ് അഭിപ്രായം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ച് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ട് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ത് വരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.